ജിൻഡോ അവിടെ മുഹമ്മദ് റിയാസിനേക്കാൾ ജി സുധാകരനേക്കാൾ ഏതോ പഞ്ചായത്ത് പ്രസിഡന്റ് അംബികയേക്കാൾ പരമയോഗ്യൻ രാജീവ് ചന്ദ്രശേഖറാണ് വേദിയിലിരിക്കാൻ. രാജീവ് ചന്ദ്രശേഖരന്റെ യോഗ്യതയൊന്നും ഇക്കാര്യത്തിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ ഇന്നിപ്പോൾ സാമാന്യബോധമുള്ള മനുഷ്യന്മാർക്കും അത് കൃത്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇവിടെ CPM-ഉം കോൺഗ്രസും ദേശീയപാതയുടെ വികസനത്തെ എതിർത്തു എന്നാണ് BJP-യുടെ പ്രതിനിധി പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കുഴപ്പമുണ്ട്. അത് ദേശീയപാതയുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാരെ എല്ലാം കൂടിയാലോചിച്ചിട്ട് അത്തരത്തിലൊരു ആവശ്യം അന്ന് കേരളത്തിലുണ്ടായിരുന്നു, അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദേശീയപാത നിർമ്മാണത്തെ കോൺഗ്രസും CPM എതിർത്തു എന്ന് ഞാൻ പറഞ്ഞു. വീതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയെന്നാണ് ഞാൻ പറയുന്നത്. വീതി കുറയ്ക്കുന്നതാണോ വലുത്, സ്ഥലമേറ്റെടുപ്പ് നിർത്തണം എന്നാവശ്യപ്പെട്ട് പോയി കേന്ദ്രത്തിന് കത്തെഴുതി മുടക്കിയതാണോ വലുത്? ഞാൻ എന്താണ് PS ശ്രീധരൻപിള്ള ചെയ്ത സാധനം അത്. ഞാൻ പറയാം ജിതിൻ ദേവ്, ഇത് വീതി കുറയ്ക്കണം, 45 മീറ്റർ ആക്കേണ്ട 30 മീറ്റർ മതി എന്ന് ആവശ്യപ്പെട്ടത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, അന്നത്തെ പൊതുജന ആവശ്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. അതിലെ ശരി തെറ്റൊക്കെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 2018 സെപ്റ്റംബർ മാസത്തിൽ ശ്രീധരൻപിള്ള എന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് കൊടുത്തിരുന്നോ? താങ്കൾ അത് അറിഞ്ഞിരുന്നോ? അതിനുശേഷം കുമ്മനം രാജശേഖരൻ സമാനമായ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ചെയ്തിരുന്നോ? താങ്കൾ അത് അറിഞ്ഞിരുന്നോ? ഈ രണ്ട് BJP-യുടെ നേതാക്കന്മാർ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോ? താങ്കൾ അത് അറിഞ്ഞിരുന്നോ? അതിനൊരു മറുപടി പറഞ്ഞേ. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ അന്ന് VM സുധീരനും വയൽക്കിളി സമരത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ ജിൻഡോ. ഞാൻ പറയട്ടെ ആഷ്മി, അതൊക്കെ ശരിയായി, ഇതൊക്കെ ശരിയാണ്. അപ്പൊ BJP-യുടെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ടാകുമല്ലോ, ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് ചില സമരങ്ങളുടെ ഭാഗമായിട്ട് അല്ല ഞാൻ പറഞ്ഞ നിലപാടുകളൊക്കെ അതിനെ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പോയി വയൽക്കിളി സമരത്തിൽ പോയി നിന്നതാ. PS ശ്രീധരൻപിള്ള വയൽക്കിളി സമരത്തിൽ പങ്കെടുത്തു. പക്ഷേ ഇത് സ്ഥലം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയിട്ടില്ല എല്ലാവരും. എഴുതിയത് PS ശ്രീധരൻപിള്ളയാ. എന്തായിരുന്നു ലക്ഷ്യം? ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണം എന്നല്ലായിരുന്നോ? ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണം പറഞ്ഞതല്ല ഹാഷ്മി. അല്ല, അവിടെ അവരുടെ ആശങ്കകൾ ജനങ്ങളുടെ സ്ഥലം നിർത്തിവെക്കണം, സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന ആവശ്യം പലരും പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവും സമരങ്ങളുടെ ഭാഗമായിട്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, പൊതുജന ആവശ്യമൊക്കെ ഉപകാരമായ അത്ര ആവശ്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, താങ്കൾ എത്ര എളുപ്പത്തിലാണ് കോൺഗ്രസും CPM അങ്ങനെ ചെയ്തു എന്ന് അങ്ങ് പറഞ്ഞു വെച്ചത്. നാട്ടുകാർക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഈ കത്തെഴുതി ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയാണ്. താങ്കൾ അത് തിരുത്തുവോ? അപ്പൊ താങ്കൾ അത് അറിഞ്ഞില്ലേ? അപ്പൊ താങ്കൾ പറഞ്ഞത് കള്ളമാണ്. ഇവിടെ എന്റെ പ്രശ്നം എന്താ അറിയോ, എനിക്ക് പ്രകാശ് മാസ്റ്ററോട് ഒരു കാര്യമുണ്ട്. BJP-യുടെ നേതാക്കന്മാർ മുഹമ്മദ് റിയാസിനെ ആക്ഷേപിച്ചതിന് നിങ്ങൾ കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. ഞങ്ങൾ ഇന്നെടുത്ത നിലപാട് എന്താ? മുഹമ്മദ് റിയാസിനെ വേദിയിൽ ക്ഷണിക്കേണ്ടതായിരുന്നു, MP-മാരെ മറ്റു ജനപ്രതിനിധികളൊക്കെ ക്ഷണിക്കേണ്ടതായിരുന്നു. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ PWD വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോഴും താങ്കൾ കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. താങ്കൾക്ക് ഇപ്പോഴും നരേന്ദ്രമോദിയെ കുറ്റം പറയാനായിട്ട് ശേഷി വന്നിട്ടില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉദ്ഘാടനത്തെക്കുറിച്ച് നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച്, ഇന്റലിജൻസ്, മറ്റ് സംവിധാനങ്ങളൊക്കെ പരാജയമല്ലേ? നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടും എന്താണ് മുഹമ്മദ് റിയാസിന്റെ പേരില്ലാത്ത കാര്യം നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്? എങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് അറിയിപ്പ് കിട്ടിയതെന്ന്, നേരത്തെ അറിഞ്ഞില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയണ്ടേ? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഇന്ന് മുഹമ്മദ് റിയാസിന് ഒരു ഹീറോ പരിവേഷം കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണോ എന്നുള്ളത് സംശയമാണ്. അതിനപ്പുറത്ത് ഒരു കാര്യം കൂടി പറയാം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ മറന്നുപോയ പിണറായി വിജയൻ സർക്കാരിന് BJP കൊടുത്ത പ്രത്യുപകാരമാണെന്ന് ആളുകൾ പറഞ്ഞ കുറ്റം പറയാൻ പറ്റുമോ? മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ കുമ്മനം രാജശേഖരൻ ഒളിച്ചു കടന്ന് കയറിയിരുന്നപ്പോ അതിന്റെ കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ മറന്നുപോയതിന്റെ പ്രത്യുപകാരം BJP തന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പോൾ നിങ്ങൾക്ക് സങ്കടം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, BJP-യുടെ നേതൃത്വം ഇന്ന് ചെയ്തത് ശരിയല്ല. കേന്ദ്ര സർക്കാർ ഇന്ന് ചെയ്തത് തെറ്റായ നടപടിയാണ്. സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ, MP-മാർ ഉൾപ്പെടെയുള്ള എലക്ടഡ് ജനപ്രതിനിധികളെ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു. അതിനു പകരം മാരാർജി ഭവനിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവന്നിരുന്നിട്ടല്ല വികസനത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.